നിർമ്മാണച്ചട്ടങ്ങൾ പാലിക്കാത്ത ഫ്ളാറ്റ് സമുച്ചയത്തിന് കെട്ടിട നമ്പർ നൽകിയെന്നാരോപിച്ച് റെസിഡൻസ് അസോസിയേഷൻ സമരരംഗത്തേക്ക്. തൊടുപുഴ നഗരത്തിലെ പെരിക്കോണി റെസിഡൻസ് അസോസിയേഷനാണ് 24-ന് പെരിക്കോണി വെയിറ്റിംഗ് ഷെഡിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കുന്നത്. ട്രാക്ക് പ്രസിഡന്റ് TM ശശി സമരം ഉദ്ഘാടനം ചെയ്യും. ഫ്ളാറ്റ് നിർമ്മാണം നടത്തുന്ന സ്വകാര്യ വ്യക്തികൾ അസോസിയേഷനെതിരെ നൽകിയ കേസുകൾ തള്ളപ്പെട്ടതാണെന്നും ഭാരവാഹികളായ ഹേമരാജ് KR, അനിൽ മാത്യു, അബി PN, രാധാകൃഷ്ണൻ CK തുടങ്ങിയവർ പറഞ്ഞു. ചില ഉദ്യോഗസ്ഥരാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഫ്ളാറ്റ് നിർമ്മിക്കുന്ന സ്വകാര്യ വ്യക്തി ഒരു നീർച്ചാല് പെരിക്കോണി പ്രദേശത്തെ ചെരിഞ്ഞ പ്രദേശമാണ്. ആ പ്രദേശത്തെ മുഴുവൻ വെള്ളവും ഒഴുകി പോകുന്ന, മഴക്കാലത്ത് വെള്ളം ശക്തിയായി ഒഴുകി പോകുന്ന നീർച്ചാല് നേരത്തെ മുതൽ അത് ഇടവഴിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു 100 വർഷത്തിനധികമായിട്ട് പെരിക്കോണി പ്രദേശത്തെ ആളുകൾ റോഡ് സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇടവഴി. ഇപ്പോൾ അതിലെയാണ് വെള്ളം ഒഴുകി പോകൊണ്ടിരിക്കുന്നത്. ആ നീർച്ചാല് കയ്യേറി കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. ഈ കെട്ടിട നിർമ്മാണം അനധികൃതമാണ്, ഈ തൊണ്ട് ഇടവഴി കയ്യേറിയാണ് നിർമ്മിക്കുന്നതെന്ന് കാണിച്ച് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തിരുന്നു. മുനിസിപ്പാലിറ്റി അതിന് അദ്ദേഹത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ആ കെട്ടിട നമ്പർ നമ്മൾ ഈ സ്ഥലത്ത് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, പാരപ്പറ്റ് എന്ന് പറയുന്ന സംവിധാനം പോലും അവിടെ കെട്ടത്തിനില്ല. കെട്ടത്തിന്റെ പാരപ്പറ്റിനുള്ള കമ്പികളെല്ലാം അതുപോലെ നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കാണാൻ സാധിക്കും. പാരപ്പറ്റ് ആ സംവിധാനമില്ല. അതുപോലെ മഴവെള്ള സംഭരണിയില്ല. അതുപോലെ സോളാർ എനർജി സംവിധാനമില്ല. സോളാർ വാട്ടർ ഹീറ്റർ സംവിധാനമില്ല. LPG ഗ്യാസ് സംവിധാനമില്ല. മാലിന്യ സംസ്കരണ സംവിധാനമില്ല. ബേസിക് ആയിട്ട് സെറ്റ് ബാക്ക് തന്നെയില്ല. ഈ കെട്ടിടത്തിന് എങ്ങനെ നമ്പർ കിട്ടി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മൾ മുഖ്യമന്ത്രിയുടെ CM പോർട്ടലിൽ ഉൾപ്പെടെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തത് അറിഞ്ഞുകൊണ്ട് അവധി ദിവസങ്ങൾ ഉൾപ്പെടെ ഇദ്ദേഹം ചില ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി ഈ വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഇപ്പോൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ മുനിസിപ്പൽ AXC വന്ന് അവിടെ സ്ഥലം സന്ദർശിച്ച് ഞങ്ങൾ കൊടുത്ത പരാതി വസ്തുതയാണ് എന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹത്തിന് റിപ്പോർട്ട് പോയിട്ടുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. വിജിലൻസ് സംവിധാനത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് സംവിധാനത്തിലേക്ക് LSDD വിജിലൻസ് സംവിധാനത്തിൽ കൊടുത്തിരിക്കുന്ന പരാതി ഇടുക്കി LSDD ജോയിന്റ് ഡയറക്ടർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ നിന്നും അന്വേഷണത്തിന് ഉടനടി അതിന്റെ പ്രാരംഭ നടപടികൾ അവിടെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത്രയും വ്യക്തമായ അഴിമതി ഇല്ലാതെ ഈ സംവിധാനം ഒന്നും ഒരുക്കാതെ എങ്ങനെ ഇദ്ദേഹത്തിന് നമ്പർ കിട്ടി? ബിൽഡിംഗ് നമ്പർ കിട്ടുമ്പോൾ പാലിക്കേണ്ടതായ നിയമ നടപടികളോ സംവിധാനങ്ങളോ ഇല്ലാതെ ഇത്ര വ്യക്തമായ അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.